നമസ്കാരം. ഞാൻ മാരിയപ്പൻ നേളിപ്പാറ ആദിവാസി സംരക്ഷണ സംഘത്തിൻ്റെ പ്രസിഡന്റ്. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, അട്ടപ്പാടിയിലെ ആദിവാസി സഹോദരൻ ആൾക്കൂട്ട ആക്രമണത്താൽ കൊല്ലപ്പെട്ട മധു വധക്കേസ് വിചാരണ കഴിഞ്ഞ ആഴ്ചയാണ് വിധി പ്രഖ്യാപിക്കപ്പെട്ടത്. അട്ടപ്പാടിയിലെ മധു കൊല്ലപ്പെട്ട സമയത്ത് അട്ടപ്പാടി ആക്ഷൻ കൗൺസിൽ എന്നൊരു കൗൺസിൽ രൂപീകരിച്ച് 2-3 മാസമായി വലിയ പ്രക്ഷോഭങ്ങളും പരിപാടികളും നടന്നു വരികയായിരുന്നു. പിന്നീട് എന്ത് കാരണത്തിനാലോ അട്ടപ്പാടി ആക്ഷൻ കൗൺസിൽ ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പിന്നിൽ ഈ കുടുംബക്കാരായിട്ട് അട്ടപ്പാടി ആക്ഷൻ കൗൺസിൽ ഏതൊരു തരത്തിലും സഹകരിച്ചിട്ടില്ല എന്ന് കുടുംബത്തിൻ്റെ മധുവിൻ്റെ പെങ്ങളും അമ്മയും പറയുന്നു. ആ സമയത്താണ് ഇവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് വാളയാർ നീതി സമരസമിതിയുടെ കൺവീനറായിരുന്ന VM മാർസൻ ചേട്ടൻ അട്ടപ്പാടി സന്ദർശിച്ച് ഈ കുടുംബക്കാരുകളോട് കാര്യം തിരക്കുന്നു. അപ്പോൾ കുടുംബക്കാർ സങ്കടം പറഞ്ഞത് കേട്ട് ആരുമില്ല, ആരെങ്കിലും ഞങ്ങളെ സഹകരിക്കില്ല, എൻ്റെ മകന് വേണ്ടി, മകൻ്റെ നീതിക്ക് വേണ്ടി ഒരുത്തരും ഇല്ലയെന്ന് സങ്കടം കരഞ്ഞപ്പോൾ മാർസൻ ചേട്ടൻ എന്തായാലും മധുവിൻ്റെ പ്രശ്നത്തിൽ നമ്മൾ ഇടപെടണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അങ്ങനെ മധു നീതി സമരസമിതി എന്നൊരു സമിതി രൂപീകരിക്കുകയും ചെയ്തു. മധു നീതി സമരസമിതിയും യഥാർത്ഥത്തിൽ ശരിയായ രീതിക്കുള്ള ഇടപെടലുകൾ നടത്താതെ വന്നതോടുകൂടി സമരസമിതിയെ കുറ്റപ്പെടുത്താൻ നിൽക്കാതെ മാർസൻ ചേട്ടൻ അവർ നീതിക്ക് വേണ്ടി തനിയൊരാളായിട്ട് രംഗത്തിറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി. നിയമപരമായുള്ള പലതരപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ഈ കേസ് ഒന്നുമില്ലാതെ തേച്ച് മാച്ച് കളയുന്ന കേസിനെ പൊക്കിക്കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അദ്ദേഹം അതുമാത്രമല്ല, ശമ്പളം കൊടുക്കാതെ വന്നിട്ടും, പൈസ സർക്കാർ കൊടുക്കാതെ ഇരുന്നിട്ടും നമ്മുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായ രാജേഷ് മേനൻ അവർ നല്ല രീതിക്ക് കേസ് വായിച്ചത് കൊണ്ടാണ് 7 കൊല്ലമെങ്കിലും ശിക്ഷിക്കപ്പെട്ടത്. സത്യം പറയുന്നെങ്കിൽ മധു ഒരു ആദിവാസി ആയതുകൊണ്ടാണ് എന്ന് എനിക്ക് വ്യക്തമായി പറയാൻ പറ്റും. പാലക്കാട് ജില്ലയിലെ പൗരാവകാശം, മനുഷ്യാവകാശം പറയുന്ന ഒരുപാട് നേതാക്കൾ ഇരുന്നിട്ടും ഈ മധുവിൻ്റെ വിഷയത്തിൽ ശരിയായ രീതിക്ക് ഇടപെടാൻ ആരെക്കൊണ്ടും പറ്റിയിട്ടില്ല. എന്നാൽ മാർസേട്ടൻ മധുവിന് നീതിയില്ലാതെ പിന്നോട്ടില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായി തന്നെ മുന്നോട്ട് പോയി. അപ്പം അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച 7 കൊല്ലം അവരിനെ ശിക്ഷിച്ചത്. ഈ സമയത്ത് കോടതി മുറ്റത്ത് മധുവിൻ്റെ പെങ്ങൾ സരസു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ മധുവിന് നീതി കിട്ടിയിട്ടില്ല, കോടതി ഞങ്ങളോട് നീതി കാണിച്ചിട്ടില്ല, കോടതി ഞങ്ങളോട് കാണിച്ചത് അനീതിയാണ് എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയും, എന്തെന്നായാലും ഞങ്ങൾ പിന്നോട്ടില്ല, ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ്, നീതി കിട്ടും വരെ ഞങ്ങൾ മരിക്കാനും തയ്യാറാണ്, നീതിക്ക് വേണ്ടി മരിക്കാനും ഞങ്ങൾ തയ്യാറായിക്കൊണ്ടാണ് എൻ്റെ മധുവിന് നീതി കിട്ടാതെ നമ്മൾ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി മേൽക്കോടതിയിൽ അപ്പീൽ പോകും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കുടുംബക്കാരുടെ തീരുമാനം മേൽക്കോടതിയിൽ അപ്പീൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ
പെങ്ങളവിടെ കരഞ്ഞുകൊണ്ട് കോടതി മുറ്റത്തിൽ കരഞ്ഞുകൊണ്ട് നീതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് തന്നെയാണ് വിളയോടി വേണുഗോപാലൻ അദ്ദേഹം കൂട്ടം പാലക്കാട് പട്ടണത്തിൽ മധുര വിതരണം നടത്തുന്നു, ലഡ്ഡു വിതരണം ചെയ്യുന്നു. എന്തിനു വേണ്ടി ലഡ്ഡു വിതരണം ചെയ്തെന്ന് ഞങ്ങൾക്കറിയാം. കാരണം എന്താ അറിയാം, നമ്മുടെ യഥാർത്ഥത്തിൽ ഈ പ്രതികളെ രക്ഷപ്പെട്ടു എന്ന് ആനന്ദത്തിലാണ് അദ്ദേഹം ലഡ്ഡു വിതരണം ചെയ്തതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അദ്ദേഹം പല പ്രാവശ്യം പലരോടും ഇന്നും പറയുന്ന വിഷയമാണ്. നേരത്തെ ഈ മധുവിടെ വിസിറ്റ് 2 or 3 പ്രാവശ്യം അദ്ദേഹം അട്ടപ്പാടി പോവുകയും അത് കുടുംബത്തിന് മുമ്പിൽ നിന്നിട്ടുണ്ട്. അവിടെ പോയി അവരിനെ കാണുകയും വന്നിട്ടുമുണ്ട്. അതിന് പിന്നെ പലരോടും അദ്ദേഹം പറഞ്ഞു നടന്നിട്ടുണ്ട്, മധു കള്ളനാണ്, കള്ളനായാൽ പിന്നെ നാട്ടുകാർ തല്ലാതിരിക്കോ, തല്ലുമ്പോൾ ചത്തുപോയി, അതിനെന്താ തെറ്റ്? അത് അവരിന് തെറ്റ് പറയാൻ പാടില്ല. ആദിവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് എന്തും ചെയ്യാമെന്നൊരിതൊന്നും പാടില്ല. അപ്പം അത് സാധനങ്ങൾ കട്ടുകൊണ്ട് പോകാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് കട്ടുകൊണ്ട് പോയാൽ വെറുതെ വിടുമോ പറഞ്ഞിട്ട് ഈ മാനിയൻ മധുവിനെതിരായിട്ട് വലിയ പ്രചരണം നടത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ വിധി പ്രഖ്യാപിച്ച ദിവസം ഈ ലഡ്ഡു വിതരണം നടത്തിയപ്പോൾ ഉറപ്പാണ് ഈ പ്രതികൾ എന്തായാലും രക്ഷപ്പെട്ടു എന്ന് ആനന്ദത്തിലൂടെയാണ് അദ്ദേഹം ചെയ്തതായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ആദിവാസി ദളിത് മേഖലയിൽ ആദിവാസികളിലും ദളിതുകളെ കുറിച്ച് മാത്രമല്ല സ്ത്രീകളെ കുറിച്ചും വലിയ മോശമായുള്ള ഒരു പരാമർശം നടത്തുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഈ ലഡ്ഡു വിതരണം നടത്തിയിട്ടുള്ളത്. ഈ ലഡ്ഡു വിതരണം നടത്തിയത് യഥാർത്ഥത്തിൽ പ്രതികൾ രക്ഷപ്പെട്ടു എന്ന ആനന്ദത്തിൽ കൂടിയാണ്. അതുമാത്രമല്ല, ഇയാൾ ലഡ്ഡു വിതരണം നടത്തുമ്പോൾ യഥാർത്ഥം കാര്യങ്ങൾ പഠിക്കാതെയല്ല, പഠിച്ചുകൊണ്ട് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെ തിരിച്ചറിയണം. തിരിച്ചറിയാത്തവർ ഇന്നും ഇപ്പോഴും അദ്ദേഹം വലിയ ഒരു ഒരു നീതിമാനായിട്ടാണ് കണക്കാക്കുന്നത് പലരും. അദ്ദേഹം ഇങ്ങനെ ഒരു പൊയ്മുഖമുണ്ടെന്ന് തിരിച്ചറിയണം എന്ന് മാത്രമേ ഞാൻ ഈ വേളയിൽ പറയൂ. എന്തു തന്നെയായാലും ഈ ലഡ്ഡു വിതരണത്തെ ശക്തമായി ഞാൻ എതിർക്കണം. ശക്തമായി എന്ന് പറഞ്ഞാൽ ശക്തമായി ഞാൻ ഇരുന്ന് എതിർക്കും.